അപ്പം ഇന്നലെ ഞാൻ രാത്രി പറഞ്ഞില്ലേ കുറച്ച് മീനും കൂന്തലും സാധനങ്ങളൊക്കെ നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പം നമ്മുടെ കൂന്തലിനെ ഞാനവിടെ കുക്കറിലൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തുള്ളി വെള്ളമൊന്നും ഒഴിക്കാണ്ടാണ്ടപ്പോൾ നമ്മുടെ കൂന്തൽ വേവിക്കാൻ വെച്ചത്. അപ്പോൾ കൂന്തലിൻ്റെ വേവിച്ച് 2-3 വിസിലൊക്കെ കേട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിന്ന് അച്ചാറുണ്ടാക്കാൻ പോയിട്ട് ഈ കൂന്തലും കൊണ്ട്. അപ്പോൾ കൂന്തൽ ഇങ്ങനെ മുഴുവനും എടുത്തിട്ടാണ് ഞാൻ വേവിക്കാൻ വെച്ചത്. വെന്ത ആ കൂന്തൽ പുറത്തോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കത്രികയും വെച്ചിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് പരുവത്തിനൊക്കെ വെട്ടണം കേട്ടോ. ഞാൻ അതേ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ സഹായത്തിന് നമ്മുടെ ഇളയ മോനും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മക്കളെയും കൂടെ നിർത്തുന്നത് നല്ലൊരു കാര്യമാണ്. അവരപ്പോൾ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യാനായിട്ട് സെറ്റായിക്കോളും. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ബാറ്ററും കാര്യങ്ങളൊക്കെ ശരിയാക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കളറിന് നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റോക്കും ചേർത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യേണ്ടത്. ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇത് വറുത്ത് കോരി എടുക്കണം. ഇത് വറുക്കാനിടുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. അപ്പം നമ്മൾ മൂടിയൊക്കെ വെച്ചിട്ട് നല്ല സേഫായിട്ട് നിന്നിട്ട് വേണം കേട്ടോ ചെയ്യാൻ. മുഖത്തോട്ടൊക്കെ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് വന്ന് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ പിള്ളേച്ച. അപ്പോൾ സേഫായിട്ടൊക്കെ നിന്ന് വറുത്ത് കോരിയൊക്കെ എടുക്കാം. വറുത്ത് കോരി എടുക്കുമ്പോൾ ഉള്ള പരിവം ഞാൻ ദേ ഇപ്പം കാണിച്ചു തരാം എങ്ങനെ ഇരിക്കണമെന്ന്. വറുത്ത് വരുമ്പോൾ ഇതേപോലെ ഇരിക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ വറുക്കാനിട്ട് കഴിഞ്ഞിട്ട് പള്ളിപ്പെരുന്നാളിന് പോലെ പടക്കം പൊട്ടണുണ്ട് കേട്ടോ. അതിപ്പോൾ കാണിച്ചിട്ടുണ്ട്. അത് ഇതേപോലെ വായിൽ വെച്ച് റബ്ബർ വലിവന പോലെ നല്ല പരിവായിരിക്കണം. ഇതാണ് ഇതിൻ്റെ പരിവം. 10:30 മണിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ രാത്രി തന്നെ കൂന്തലച്ചാറ് ഉണ്ടാക്കണമെന്നുള്ളൊരു ഒറ്റ നിർബന്ധം. അങ്ങനെ 10:30 മണിയായി കഴിഞ്ഞപ്പോൾ ചട്ടി അടപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് കടുകും പൊട്ടിച്ച് ഉലുവയും പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇടണമെങ്കിൽ ഇട്ടോ, ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പിട്ടിട്ടാണ് ഞാൻ കൂന്തൽ വേവിച്ചത്. നിങ്ങൾക്ക് ഉപ്പ് പാകമല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ടോ. അത് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന സ്റ്റോക്ക് ഉപയോഗിച്ച് കഴിച്ചിട്ട് സ്റ്റോക്ക് നല്ലോണം വെള്ളം വരണമെന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ അച്ചാർ കേടായിപ്പോൾ. സ്റ്റോക്കിൽ കിടന്ന് ഒന്നുകൂടി ആ വറുത്ത കൂന്തൽ ഒന്നും കൂടി അങ്ങോട്ട് സെറ്റായി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റോക്കിലിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് വേവിക്കണം കേട്ടോ. സ്റ്റോക്കൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മളുടെ ചൊറുക്കയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വരട്ടി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി കൂന്തൽ അച്ചാർ റെഡിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ.